നമുക്കെല്ലാവർക്കും ദൈവത്തിന് മഹത്വം കൊടുക്കാം. താങ്ക് യു ജീസസ്. ദൈവത്തെ സ്തുതിച്ചാട്ട് ഏദൻ പ്രദേശത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന് ആദാം ഹവ്വ ദമ്പതികളെ യോജിപ്പിച്ചതുപോലെ കാനാവിലെ കല്യാണ വീട്ടിലേക്ക് യേശു കർത്താവ് ഇറങ്ങി വന്ന് അവിടെയുള്ള ക്രൂശങ്ങളെ പരിഹരിച്ചവനായ ദൈവം ഈ തന്റെ മക്കളോട് മനസ്സിലേണ്ടതിന് ഇവർ തമ്മിൽ ഉടമ്പടി വാക്യങ്ങൾ പറഞ്ഞ് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം കൃപ ചെയ്തു. അക്ഷം കിട്ടി ചൂടമ്പലവംശാരാകാല ആമേ ഒരു തക്ക തുണയുണ്ടാകേണ്ടതിനാണ് കുടുംബ ജീവിതങ്ങളെ യോജിപ്പിച്ചത്. തലമുറ ഉണ്ടാകേണ്ടതിന് ദൈവം കുടുംബങ്ങളെ യോജിപ്പിച്ചു. ദുർനടപ്പുണ്ടാകാതിരിക്കേണ്ടതിന് ദൈവം കുടുംബങ്ങളെ യോജിപ്പിച്ചു. ഓ ആമേ ദൈവത്തെ ആരാധിക്കേണ്ടതിന് ദൈവം കുടുംബങ്ങളെ യോജിപ്പിച്ചു. വിശാലുകുമാറിനെയും ബെൻസിയും തമ്മിൽ ദൈവജനപ്രകാരം ഉടമ്പടി വാചകങ്ങളിലൂടെ യോജിപ്പിച്ചതെങ്കിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടവരായി മുന്നേറാൻ ദൈവം അവർക്ക് കൃപ ചെയ്യേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. തലയിൽ മേൽ കൈവയ്ക്കണം. കർത്താവിന്റെ വിശുദ്ധദാസന്മാർ കരങ്ങൾ ഈ തന്റെ മക്കളുടെ മേൽ വെച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. ആകയാൽ ഇവരെ എത്രത്തോളം ദൈവം മാനിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതത്തിനുടമയായി തീരാൻ ആമേൻ. ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വന്ന IPCയിലെ പാസ്റ്റർ ഇവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കും. ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട് ഞാൻ അവന് തക്ക തുണയെ ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കി കൊടുത്തതായ നന്മ കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ അങ്ങനെ അഭിഷിക്തന്റെ ബലഹീനമായ കരത്താൽ അങ്ങ് തന്നെ ഇവരെ ചേർത്തതിനായി നന്ദിയോടുകൂടെ സ്തോത്രം കർത്താവേ. ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നതായി ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ അമരക്കാരനായി, ഇവരുടെ കർത്താവായി, ഇവരുടെ ദൈവമായി, ഇവരുടെ എല്ലാമായി, ഇവരുടെ ജീവിതത്തിൽ കാറ്റടിക്കുമ്പോൾ കാറ്റേ അടങ്ങ കടലെ ശാന്തമാകാ എന്ന് പറഞ്ഞ കർത്താവിന്റെ ശബ്ദം ഇവരൊന്നിച്ചുള്ള ജീവിതത്തിൽ അപ്പത്തിന് മുട്ട് വരുമ്പോൾ 5 അപ്പവും 2 മീനും എടുത്ത് അനുഗ്രഹിച്ച് പെരുപ്പിച്ചു കൊടുത്ത ദൈവമേ, ഇവരുടെ ജീവിതത്തിൽ വാക്ക് തർക്കങ്ങൾ വരുമ്പോൾ എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരുടെ തർക്കത്തെ മാറ്റി അവരെ ഒന്നിച്ച് നടത്തി മടക്കിക്കൊണ്ട് വന്നതുപോലെ ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ അങ്ങ് കൂടെ ഇരിക്കണമേ കർത്താവേ. കേറ്റങ്ങളും ഇറക്കങ്ങളും വരുമ്പോൾ, ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ, കൂരിരുട്ടിന്റെ താഴ്വരകൾ വരുമ്പോൾ, ഓളങ്ങളും തിരമാലകളും വരുമ്പോൾ കർത്താവേ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തോടൊപ്പം ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ അഭിഷിക്തന്മാരെന്ന നിലയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശാലവും കുടുംബവും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. മാതാപിതാക്കന്മാർക്കും ദൈവസഭയ്ക്കും ദൈവജനത്തിനും ഈ ദേശത്തിനും കൊള്ളാവുന്ന രാജ്യങ്ങൾ സഹായിക്കണമേ. സന്തത സാഹചര്യമായി കൂടെ ഇരിക്കണമേ. അതോടൊപ്പം കർത്താവേ, സന്തതികളെ കൊടുത്തിവരെ മാനിക്കണമേ. നല്ല തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്ന മാതൃകാ ദമ്പതികളാക്കി ഇവരെ തീർത്താട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. യഹോവൈത്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകുമാറാകട്ടെ. ആശംസകൾ പറയാനുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് പാസ്റ്റർ ലിഡി. സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഇവിടെ ഒക്കിന്റെ കാര്യം നടക്കുമ്പോൾ തന്നെ ഇവർക്ക് വേണ്ടതായ വിവാഹ മംഗളാശംസകൾ അർപ്പിക്കുവാനുള്ള സമയമാണ്. പ്രിയ ബെൻസിക്കും ഷാലുമാറിനും എൻ്റെ മംഗളാശംസകൾ നേരുന്നു. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. സങ്കീർത്തനം 129:8. എബനേസർ മിഷൻ ചർച്ച് വലിയ വഴി വിവാഹ മംഗളാശംസകൾ. അകലെ അനന്തതയിൽ മിന്നും താരകത്തെ പോൽ വിളങ്ങട്ടെ നിങ്ങൾ തൻ കുടുംബജീവിതം. ഇന്ന് പുതിയ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച നവദമ്പതിമാരായ ബെൻസിക്കും ഷാലുമാറിനും 1000 മംഗളാശംസകൾ നേരുന്നു. ഒരു റോസാ പുഷ്പം പോലെ സുഗന്ധം പരത്തട്ടെ നിങ്ങൾ
നിങ്ങളുടെ കുടുംബജീവിതം. Wishing you a lifetime of love and happiness. Your wedding day will come and go, but may your love forever grow. Best wishes on this wonderful journey as you build your new lives together. സുഖദുഃഖങ്ങളുടെ ജീവിതയാത്രയിൽ ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് കർത്താവിൽ ഞാൻ ആശംസിക്കുന്നു. ഒരു കാര്യം മറക്കരുത്, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കുവാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ ദൈവം സഹായിക്കട്ടെ. വിവാഹ ആശംസകളോടെ സഭാവിശ്വാസികളും പാസ്റ്ററും ഫാമിലിയായിട്ട് ക്രമീകരിച്ച ഈ മൊമെന്റം പ്രിയ ബെൻസിക്കും കുമാരനുമായി സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച നവദമ്പതിമാരായ ബെൻസിക്കും ശാലുകുമാറിനും എൻ്റെ മംഗളാശംസകൾ. ബെൻസി സൺഡേ സ്കൂൾ സീനിയർ ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. നല്ലൊരു പാട്ടുകാരിയും കൂടിയാണ് ബെൻസി. നല്ല സഭയിലൊരു ആക്റ്റീവ് മെമ്പറാണ്. അത് ഞങ്ങൾ ചർച്ചയിൽ നിന്നാണ് ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. കാരണം ഞങ്ങൾ സൺഡേ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയാണ് നഷ്ടപ്പെടുന്നത്. അവൾ പോണ ചർച്ചിൽ നല്ല ഒരു ആക്റ്റീവ് മെമ്പറായി തന്നെ അവൾ പ്രവർത്തിക്കുമെന്നും നല്ല ഒരു സൺഡേ സ്കൂൾ അധ്യാപികയായി തീരട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു വിത്ത് ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ സൺഡേ സ്കൂൾ സെക്രട്ടറി എന്ന പേരിലും സൺഡേ സ്കൂൾ ഒരു പേരിലും ഒരു ഗിഫ്റ്റ് നൽകാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ശാലുകുമാരെ ബെൻസിയെ ക്ഷണിക്കുന്നു. വേദിയിലായിരുന്ന വിശിഷ്ട അതിഥികൾക്ക് ക്രിസ്തേശ്വര നാമത്തിന്റെ സ്നേഹവന്ദന. ഇന്ന് പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച നവദമ്പതിമാരായ പ്രിയ ബെൻസിക്ക് ശാലുവിനും എബനേസർ മിഷൻ ചർച്ചിന്റെ സിയുടെ പേര് മംഗളാശംസകൾ നേരുന്നു. പ്രിയ ബെൻസിയുടെയും ശാലുവിന്റെയും കുടുംബജീവിതം ഒരു റോസാ പുഷ്പം പോലെ സുഗന്ധം പരത്തുന്നതായി തീരട്ടെ. നമ്മുടെ സഭയിലെ സിയുടെ മീറ്റിംഗിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു ബെൻസി. ബെൻസി നല്ലൊരു പാട്ടുകാരിയാണ്. ദൈവം പ്രിയ ബെൻസിയെ അനുഗ്രഹിക്കട്ടെ. ഇനി കടന്നു പോകുന്ന സഭയിൽ ബെൻസി ഒരു അനുഗ്രഹമായി തീരട്ടെ. പാട്ടുപാടി അനേകരെ സന്തോഷിപ്പിക്കാനും പാട്ട് പഠിപ്പിക്കാനും ബെൻസിക്ക് കൃപ നൽകട്ടെ. ബെൻസിയും ശാലുവും തമ്മിലുള്ള കുടുംബജീവിതം എന്നും ഒരു വിളക്കായി ശോഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബെൻസി നമ്മുടെ സഭയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ദുഃഖമുണ്ട് എങ്കിലും അവൾ പോകുന്ന സഭയിൽ ആത്മാർത്ഥമായി പ്രവർത്തിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. അതോടൊപ്പം സിയുടെ പേരിൽ ഒരു ഗിഫ്റ്റ് ബെൻസിക്ക് നൽകുന്നു. ഈ ഉപകാരം വാങ്ങുന്നതിനായി ബെൻസിയെ ശാലുവിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ മണിയറയിൽ പ്രവേശിക്കുന്ന നിങ്ങൾ പരിശുദ്ധതയുടെയും പരസ്പര വിശ്വാസത്തിന്റെയും ആവിഷ്കരണ ഭംഗിയിൽ സത്യസമ്പൽ സമൃദ്ധമായ ശോഭ വഴിഞ്ഞൊഴുകുന്ന ലക്ഷോപലക്ഷം തങ്കക്കിനാക്കൾ കരിമ്പാറകളെ പോലും പുളകമണിയിക്കുമാറ് മനോജ്ഞ മധുരങ്ങളായ പ്രതീക്ഷകളോടുകൂടി പുതുജീവിതത്തിലേക്ക് പദമൂന്നിയിരിക്കുന്ന നിങ്ങളെ കർത്താവായ ക്രിസ്തു അനുഗ്രഹിക്കട്ടെ. കളങ്കമില്ലാത്ത നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ മധുരമായ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സ്വർണ്ണാനുഭൂതിയുടെയും നിഷ്കളങ്കമായ തങ്ക ചിറകുകൾ വിടർത്തി ജീവിതമാകുന്ന ചെറു ചില്ലകളിലേക്ക് പറന്നെത്താൻ വെമ്പൽ കൊള്ളുകയാണ്. ഇണക്കുരുവികളെ, ഹൃദയത്തിന്റെ അഗാധയിൽ അണിഞ്ഞിറങ്ങുന്ന നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ അപഞ്ചലമായ പരസ്പര വിശ്വാസവും അതുല്യമായ സ്നേഹവും സമുജ്വലമായ അനുരാഗശക്തിയും അതാ നിങ്ങളെ മാടി വിളിക്കുന്നു. മലർന്നു കിടക്കുന്ന മലർവാടിയിൽ നിന്ന് അടർന്നു വീഴാത്ത മനോഹരമായ പൂവിന്റെ ഇതളുകളെ പോലെ ശുശ്രൂഷയെല്ലാം ദൈവമായ കർത്താവ് മാനിച്ചല്ലോ കർത്താവ്. എല്ലാ നന്മകളും നിറച്ചനായി സ്തോത്രം കർത്താവ്. തുറന്നോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിത കർത്താവെ, ഞങ്ങളുടെ സഭയ്ക്കും പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിനും ഇന്ത്യ മഹാരാജ്യത്തിനും കർത്താവെ അഭിമാനമായി തീരുവാൻ ദൈവമായ കർത്താവിടെ ആക്കി പ്രാർത്ഥിക്കുന്നു. സമ്പൽ സമൃദ്ധിയും അനുഗ്രഹവും നൽകി ദൈവരെ മാനിക്കണമേ കർത്താവ്. പുത്രസമ്പത്തോടെ രാജീവിപ്പാൻ ദൈവമായ കർത്താവിടെ ആക്കണമേ. എല്ലാ നന്മകളും നൽകി ദൈവരെ പരിപാലിക്കാൻ അനുഗ്രഹിക്കുക ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയ തോന്നി കേൾക്കുവാൻ സുഖസ്ഥ നല്ല പിതാവേ. ആശീർവാദം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചതിന് തോറുമഴിടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും ഈ വിവാഹ ശുശ്രൂഷയോടും ഇതിൽ സംബന്ധിച്ച് കടന്നു പോകുന്ന എല്ലാവരോടും വിശേഷയാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ശാലുകുമാരനോടും ബെൻസിയോടും തുടർന്നവർ ദൈവ ഭവനത്തിന്റെ അംഗങ്ങളായി തീർന്ന് ഭൂമിയെ സ്ഥാപിക്കുന്ന കുടുംബജീവിതത്തോടും ഈ ശുശ്രൂഷയെ പങ്കെടുത്തെല്ലാം വിലപ്പെട്ട ദാസന്മാരോടും മറ്റു പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ വീണ്ടും വരവിലുണ്ടായിരിക്കുമാറാകട്ടെ.
യേശു മുഖേന ജനം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ. കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ. മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും. മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും. ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ യേശുവൻ ജീവനെ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന് കാഴ്ചയേകിനാഥൻ. ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന് കാഴ്ചയേകിനാഥൻ. പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി. പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി. ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ യേശു എൻ ജീവനെ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി.
മഹിമ കാട്ടി യേശുനാഥൻ മഹിമ കാട്ടി.
മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനേശു സാക്ഷികളായി. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനേശു സാക്ഷികളായി. ഒത്തുചേർന്നിടാം ഘോഷിക്കും